ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതേ പുറത്തോട്ടൊന്ന് ഇറങ്ങുകയാണേ. അമ്മൂന് ഇന്നൊരു വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ട്, കിഡ്സിൻ്റെയാണ്. അപ്പോൾ അമ്മൂനെയും കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫോമല്ലായി രണ്ടുപേരും. ഇത്ര നേരം അടിച്ചുകൊണ്ടിരുന്നതാ. ഫോൺ എടുത്തപ്പോൾ പിന്നെ അറിയാൻ പാടില്ല അല്ലേ? നിനക്കറിയാം, എനിക്കറിയാൻ പാടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ വരും. ഇവിടെ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡ്രൈവ്. ട്രെയിനിന് പോകുമ്പോഴാണ് അത്രയും സമയം എടുക്കുന്നത്. 10 മിനിറ്റേ ഉള്ളൂ ഡ്രൈവിന്. അപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ വരും. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് അന്വേഷിച്ചുള്ള നടപ്പാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർത്തു ആ സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് ഓർത്തിട്ട് നമ്മളിപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജീവനാണ്. ജീവനെ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അമ്മൂന് ഇവിടെയുള്ള ആകെയുള്ള ഒരു മലയാളി ഫ്രണ്ടാണ് കേട്ടോ ഇത് ജീവൻ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണ്ടത്തെ ബിൽഡിങ്ങുകളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ഒരു വിൻറ്റേജ് ലുക്കാണ് കേട്ടോ. ആ സ്ട്രീറ്റ് ഫുള്ളായിട്ട് കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഷോപ്പും വീടുകളൊക്കെയാണ് ഉള്ളത്. പക്ഷെ നല്ല രസമുണ്ട് അതിൽ കൂടെ നടക്കാൻ. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ സുജിത് ഭക്തൻ്റെ യൂട്യൂബറില്ലേ, പുള്ളിയുടെ ഒരു സ്വിറ്റ്സർലൻഡ് വീഡിയോ കണ്ടിട്ടുണ്ടായി. അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ഓൾഡായിട്ടുള്ള ബിൽഡിങ്സിൻ്റെ അടുത്ത് കൂടെയൊക്കെ നടക്കുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായി. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ആ അങ്കിള് പോയ വഴിയാണോ ഇത് എന്ന്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഇവിടെയുള്ള മിക്കവാറും എല്ലാ വീടുകളുടെ ജനലും ബാൽക്കണിയൊക്കെ ഇതുപോലെ ഒരു നല്ല സൂപ്പറായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിൻ്റെ ഫ്രണ്ടിലെത്തിയല്ലേ. ഇതൊരു പള്ളിയാണ്. ഇത് കുരിശുള്ള പള്ളിയാണ്. സാധാരണ കുരിശ് കാണാറില്ല ഇവിടുത്തെ പള്ളിയുടെ ഫ്രണ്ട്. എല്ലാവരും 2 സൈഡിലോട്ടെ. ഈ പള്ളി കണ്ട കുരിശുണ്ട് കണ്ട. Where you are going? Where? Madrid. Oh my God. ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ബിൽഡിങ്ങുകളെല്ലാം ഓൾഡ് ആണെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് റിനോവേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഇരിപ്പുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ നല്ല രസമുണ്ട് ഈ ബിൽഡിങ്ങുകൾ കാണാൻ വേണ്ടിയിട്ട്. അധികം ആളൊന്നുമില്ല പുറത്ത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആൾക്കാർ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ. ബിൽഡിങ്ങുകളെല്ലാം കാണാൻ നല്ലൊരു വിൻറ്റേജ് ലുക്കാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു പഴയ ബിൽഡിങ്ങുകളൊക്കെയുള്ള നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ളൊരു സ്ഥലമാണ്. ഇത് പള്ളിയുടെ വേറൊരു സൈഡ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഇവരുടെ ട്രഡീഷൻ നല്ല മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർ ട്രഡീഷൻ വിട്ടൊരു കളി അവർക്കില്ല. പക്ഷേ മോഡേൺ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർക്ക് ഉണ്ട് താനും. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ട്രഡീഷൻ അതുപോലെ തന്നെ അവർ കൈവിടാതെ സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പള്ളിയൊക്കെ നല്ല പഴക്കമുള്ള പള്ളിയാണ് തോന്നുന്നുണ്ട്. കല്ലൊക്കെ കണ്ടോ, ഒരുപാട് പണ്ടത്തെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നുണ്ട് ആ പള്ളിയുടെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടിട്ട്. അതെനിക്ക് ഇവരുടെ ഒരു ട്രഡീഷൻ ഇവർ കീപ്പ് ചെയ്യുന്ന, ഇവിടുത്തെ പരിപാടികളാണെങ്കിലും ഇവർ ഓരോ പ്രോഗ്രാംസ് വരുന്നതും കാർണിവലും ഒക്കെ ആണെങ്കിലും മോഡേൺ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ട്രഡീഷനും. അത് നോക്കിയാൽ പണ്ടത്തെ ഒരു ബെഞ്ചാന്ന് തോന്നുന്നുണ്ട്. ഇരുന്ന് തീർന്നെന്ന് തോന്നുന്നുണ്ട് കുറേയൊക്കെ. അപ്പം നമ്മളിത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാം ഉണ്ട്. ഇതേ മുടി വെട്ടുന്ന കടയാണ് കേട്ടോ ഈ കാണുന്നത്. മുകളിലെ വീടുകളാണ് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ കാണുന്ന പോലത്തെ ടൈപ്പ് കണ്ടോ, പണ്ടത്തെ. അങ്ങനെ നമ്മളിത് നടന്ന് വീണ്ടും മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു വിൻറ്റേജ് ലുക്കുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം.
ഒരു സ്പീഡ് 20 കിലോമീറ്ററാണ്. യെസ്, നമ്മൾ വീണ്ടും പഴയ റോഡിലെത്തി. നമ്മളങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് സ്പോർട്സിൻ്റെ ഈ ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ അമ്മു ഇവിടെ ഈ സ്ഥലത്തുള്ള ക്ലബിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, വോളിബോൾ ക്ലബ്ബിൽ. അപ്പോൾ പല സ്ഥലത്തുള്ള ഈ ക്ലബ്ബുകൾ തമ്മിൽ ഒരു 2 മാസം കൂടുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ടൂർണമെൻറ്റുകൾ നടത്താറുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി മാച്ചാണ്, ഇങ്ങനെ സമ്മാനവും സംഭവങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ട് നടത്തുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കി കുട്ടികളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട് അവരിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോണ സമയത്തൊക്കെ അമ്മൂന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, അയ്യോ ടൂർണമെൻറ്റാന്നൊക്കെ ഓർത്തിട്ട്. ഇപ്പോൾ നോർമൽ ഒരു വോളിബോൾ ക്ലാസ്സിന് അവൾ പോകുന്ന പോലെ തന്നെയാണ് പോവാറുള്ളത്. അപ്പോൾ ഇത് കുട്ടികളുടെ ടൂർണമെൻ്റ് ആയതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു അണ്ടർ 10 ആണെന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞു കുട്ടികളാണ് കേട്ടോ എല്ലാവരും. അതുകൊണ്ട് തന്നെ നോർമൽ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ നടക്കുന്നത്. കുട്ടികൾ സെർവ് ചെയ്യുക, ക്യാച്ച് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള ഒരു വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്ന പോലെയല്ല ഇവിടെ കുട്ടികൾക്ക് നടത്തുന്നത്. അങ്ങനെ ടൂർണമെൻറ്റൊക്കെ ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.